ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എവിടെ പോകാനാ റെഡിയായിരിക്കുന്നതെന്നല്ലേ? നമ്മുടെ റമദാൻ പ്രമാണിച്ചിട്ട് കവടിയാറുള്ള ഇമ്പീരിയൽ കിച്ചൻ്റെ ബ്രാഞ്ചിൽ അവരൊരു ഇഫ്താർ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോമ്പ് തുടങ്ങിയപ്പോൾ മുതലേ നമ്മൾ വിചാരിക്കുകയാണ് അതൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇന്നാണ് അതിനുള്ള റൈറ്റ് ടൈം നമുക്ക് കിട്ടിയത്. വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും 6:21 6:33 ബാങ്ക് കേൾക്കും. നോമ്പ് അവിടെ ചെന്ന് മുറിക്കാന്നുള്ള സെറ്റപ്പിലാണ് നമ്മൾ പോയത്. പക്ഷേ ഒടുക്കത്തെ ട്രാഫിക്കും ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയും കാരണം ഫുള്ള് ബ്ലോക്കായിരുന്നു കേട്ടോ. ഇവരുടെ ഈ റംദാൻ ഇഫ്താറിന് നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് 6 മണി മുതൽ 9 മണി വരെ ഉണ്ട്. ആൻഡ് ഫുഡും അൺലിമിറ്റഡായി നമുക്ക് കഴിക്കാൻ പറ്റും. ബൊഫറ്റ് സിസ്റ്റമാണ്. അങ്ങനെ നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായി പോകുന്ന വഴിക്ക് വെച്ച് തന്നെ ബാങ്ക് കേട്ടോ കേട്ടോ. അങ്ങനെ കയ്യിൽ കരുതിയിരുന്ന വെള്ളം വെച്ചിട്ട് നമ്മൾ നോമ്പ് മുറിച്ച്. ഇവരുടെ ഈ കവടിയാറുള്ള ബ്രാഞ്ചിൽ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. സ്വിഗ്ഗി വഴി ഓർഡറൊക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും പോയി കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ കോമൺലി പോകുന്നത് ഇവരുടെ വെൺപാലവട്ടത്തുള്ള ബ്രാഞ്ചിലാണ്. ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതെന്ന് ചോദിച്ചാൽ അപ്പവും ഫിഷ് മാംഗോ കറിയാണ് കേട്ടോ. സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർ ഇനി എന്തായാലും നിങ്ങൾ പോകുമ്പോൾ ഈ ഫിഷ് മാംഗോ കറി ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്കിങ്ങിനിട്ട ശേഷം നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. 2ാമത്തെ ഫ്ലോറിലാണ് ഇവർ ഇഫ്താറിൻ്റെ പരിപാടികളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ലിഫ്റ്റ് ഉണ്ട്, അതുപോലെ സ്റ്റെയറും ഉണ്ട്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്ത് മുകളിലേക്ക് പോവാം. അവിടെ ചെന്ന് കയറിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മാത്രമേ ലേറ്റായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ടെന്ന്. അവർ നോമ്പ് മുറിച്ച ശേഷം ഫുഡും കഴിച്ചു തുടങ്ങി കേട്ടോ. അപ്പം നമ്മളും ചെന്ന ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് കേട്ടോ അവരുടെ ഡിഷസ്. ആദ്യത്തേത് ഇറച്ചിക്കഞ്ഞിയായിരുന്നു, പിന്നെ ഗോബി മഞ്ചൂരിയൻ ഫ്രൈ, പിന്നെ ചായ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ കറി, ഫ്രൈഡ് റൈസ്, ഫിഷ് മാംഗോ കറി, അതുപോലെ ചിക്കൻ കറി, ചെറിയ കോഴി പൊരിച്ചത്, പിന്നെ ഇതവരുടെ ദം ബിരിയാണി ആയിരുന്നു. പിന്നെ ഈ സൈഡിൽ പുട്ടുണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, ബറോട്ട ഉണ്ടായിരുന്നു, വെജ് സൂപ്പ് ഉണ്ടായിരുന്നു, മീറ്റ് സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇതവരുടെ സാലഡ്സിൻ്റെ കൗണ്ടറാണ്. പിന്നെ മലബാർ സ്വീറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊന്നും എനിക്ക് പേര് പോലും അറിയത്തില്ലായിരുന്നു. മറ്റേ ഉന്നക്കായ, ബോണ്ട, ഇലയട, അതുപോലെ വാഴയ്ക്കപ്പം, സമൂസ, അങ്ങനെ കുറേ പേരറിയാത്ത കുറേ സാധനം ഉണ്ടായിരുന്നു. പിന്നെ അത് അവരുടെ ഡെസേർട്ടിൻ്റെ കൗണ്ടറായിരുന്നു. ഒരുവിധം എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നോമ്പ് മുറിച്ചിട്ട് നമ്മൾ ആദ്യം മലബാർ സ്വീറ്റ്സിൽ നിന്ന് കഴിച്ചു തുടങ്ങി. കുറച്ച് സ്വീറ്റ്സ് കഴിച്ച ശേഷം പിന്നെ കുറച്ച് കഞ്ഞി എടുത്തു. അപ്പോഴേക്ക് അക്ക് പോയിട്ട് കുറച്ച് അരിപ്പത്തിരി ഇറച്ചിക്കറി എടുത്തു. ഇറച്ചിക്കറി നല്ലതായിരുന്നു. ആലുവ സ്റ്റൈൽ കറിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സൂപ്പ് എടുത്തു. പിന്നെ ഞാൻ കഴിച്ചതാണ് കേട്ടോ പുട്ടും മീൻകറിയും. നല്ല മീൻകറിയായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഡിഷ് അവസാനം ഇവിടെ ഉണ്ടായിരുന്നേ കൊണ്ട് ഞാൻ പുട്ട് വെച്ച് അതിനെ കഴിച്ചു. അങ്ങനെ അപ്പോഴേക്കും വെളിയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അവസാനം ഞാൻ കുറച്ച് ബിരിയാണി റൈസും കൂടെ കഴിച്ച് മതിയാക്കി. കാരണം എനിക്ക് നോമ്പ് മുറിച്ച് ഉടനെ അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഞാൻ കഴിച്ച ശേഷം വേണം മിലുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് അക്കുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയി. ഞാൻ ആ സമയം കൊണ്ട് മിലുവിനൊരു ഇടിയപ്പവും കുറച്ച് കോഴി വറുത്തതുമായിട്ട് കൊടുത്തു കേട്ടോ. കോഴി വറുത്തതെന്ന് പറഞ്ഞാലും അതൊരു റോസ്റ്റിൻ്റെ പരുവായിരുന്നു കേട്ടോ, തോരൻ്റെ പരുവ്. നല്ല ടേസ്റ്റായിരുന്നു. ചെറിയ കോഴി പൊരിച്ചതെന്നാണ് ഇതിനകത്ത് എഴുതിയിരുന്നത് കേട്ടോ. പക്ഷേ നല്ല സോഫ്റ്റും ആയിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അതാണ് എനിക്ക് ഇന്ന് ഇവരിൽ ട്രൈ ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. പിന്നെ നമ്മുടെ ഫിഷ് മാംഗോ കറി ഉണ്ടായിരുന്നു. മാംഗോ ഇല്ലായിരുന്നു, ഫിഷ് കറിയായിരുന്നു. അത് നല്ലതായിരുന്നു. ഞാനത് പുട്ട് വെച്ച് കഴിച്ചായിരുന്നു. അധികമൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവരുടെ ഡെസേർട്ട്സും സാലഡ്സും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബിരിയാണിയും ട്രൈ ചെയ്തായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. ബാക്കി അക്കു കഴിച്ചതായാലും എല്ലാം അക്കുവിനും ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡ് എല്ലാം അൺലിമിറ്റഡ് ആണ് കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അതുപോലെ അവർ റീഫില്ലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഡെസേർട്ട്സിൽ ഐസ്ക്രീമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം റീഫിൽ ചെയ്തിരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അക്കു വന്നു. അപ്പം നമ്മൾ താഴെ ലോബിയിൽ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ മീറ്റ് ചെയ്ത ബേബിയാണ് കേട്ടോ. നല്ല രീതിയിൽ മഴയുണ്ട്, ആർക്കും പോകാൻ വയ്യ. എല്ലാവരും അങ്ങനെ സ്റ്റക്കായി ലോബിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അവസാനം നമുക്ക് അവിടുത്തെ അങ്കിൾ വന്ന് നമ്മളെ കാറിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്